Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോപ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോകൺട്രോളർ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന ടോപ്പിക് ആണ് 8051 ഇന്റേണൽ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ 8051 ഇന്റേണൽ ആർക്കിടെക്ചർ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8051 വരുന്ന ഇന്ററപ്റ്റ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Interrupts. Interrupt is an internal or external event that suspends a program and transfers the control to an event handler or interrupt service routine to handle the event. അല്ലേ, അതായത് ഒരു ഇന്റേണൽ or എക്സ്റ്റേണൽ ഇവന്റ് ആണ്. ഒരു കറന്റ് പ്രോഗ്രാം എന്താ എക്സിക്യൂഷൻ ചെയ്യാണ്. ഒരു റെഗുലർ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്, അതിന്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അല്ലെ, സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, ഇവന്റ് ഹാൻഡ്ലർ അല്ലെ, ഇവന്റ് ഹാൻഡ്ലർ ഓർ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിലേക്ക് പോവാണ്. അതിനുശേഷം എന്താ സംഭവിക്കുക, ആ ഒരു ഇന്ററപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഓക്കെ, ആ ഒരു സർവീസ് കംപ്ലീറ്റ് ആയെങ്കിൽ തിരിച്ച് ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് എവിടേക്ക് പോകും, ഇപ്പോൾ സസ്പെൻഡഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോവും. എന്ത് ചെയ്യുന്നു, എക്സിക്യൂഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് ഒരു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. After the service is over, the control is back to the suspended program to resume the execution. 8051 5 interrupt source ആണ് വരുന്നത്, which means that they can recognize 5 different events that can interrupt regular program execution. Each interrupt can be enabled or disabled by setting bits in the IE register, അതായത് interrupt enable register. Okay, ഇന്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ. അപ്പോൾ ഇന്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും എന്താ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് അല്ലേ. അതായത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ നോക്കിയപ്പോൾ, അതായത് ഇന്റേണൽ ആർക്കിടെക്ചർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്താ, ഇന്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്, അറിയാലോ, യൂസ് ഫോർ ഇന്ററപ്റ്റ് കൺട്രോൾ. ഇന്ററപ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, each of the interrupt sources can be individually enabled or disabled by setting or clearing a bit in the SFR named IE, interrupt enable. അതുകൂടാതെ തന്നെ അതിൽ global disable bit ഉണ്ട്. Okay, this register also contains a global disable bit which can be cleared to disable all interrupts at once. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു 5 interrupts ആണ് വരുന്നത് പറഞ്ഞു. അപ്പോൾ അതിൽ രണ്ട് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ടൈമർ ഇന്ററപ്റ്റ്സ് വരുന്നുണ്ട്, രണ്ട് ടൈമർ ഇന്ററപ്റ്റ്സ് വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് സീരിയൽ ഇന്ററപ്റ്റ്സ് ആണ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഇതാണ് പറയുന്നത് ഇന്ററപ്റ്റ് എനേബിൾ. ഓക്കെ, ഇന്ററപ്റ്റ് എനേബിൾ IE എനേബിൾസ് ഇന്ററപ്റ്റ്സ്. അപ്പം അതിൽ EX0 ബാർ EX1 എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, അതായത് എനേബിൾ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് INT0 INT1. ദെൻ ET0 ബാർ ET1, അതായത് ഇവിടെ എന്ത് ചെയ്യാണ്, എനേബിൾ ടൈം 0 ഓർ ടൈം 1 ഇന്ററപ്റ്റ്. ഓക്കെ, ദെൻ ES എന്ന് പറയുമ്പോൾ എനേബിൾ സീരിയൽ ഇന്ററപ്റ്റ്. ദെൻ EA എന്ന് പറയുന്നത് എനേബിൾ ഗ്ലോബൽ ഇന്ററപ്റ്റ്. ഓക്കെ, ദെൻ അപ്പോൾ ഒരു ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാ, അതായത് 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ. ആ ബിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അതായത് IE രജിസ്റ്ററിലെ ആ ഒരു ബിറ്റ് എന്ന് പറയുന്നത് എന്തായി സെറ്റ് ചെയ്യുക, 1 ആയിട്ട് സെറ്റ് ചെയ്യുക. 0, അതായത് 0 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ആ ഇന്ററപ്റ്റിനെ എന്ത് ചെയ്യാണ്, മാസ്ക് ചെയ്യാണ് അല്ലെ. സെറ്റ് 1 ഇൻ എൻ ബിറ്റ് ടു എനേബിൾ ഇറ്റ്സ് ഇന്ററപ്റ്റ്, അതായത് EA ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, അതായത് ആ ഗ്ലോബൽ ഇന്ററപ്റ്റിനെ എന്ത് ചെയ്ത് കൊടുത്തു, എനേബിൾ ചെയ്ത് കൊടുത്തു. ദെൻ റീസെറ്റ് 0 എന്തിനാണ്, ടു മാസ്ക് ദി ഇന്ററപ്റ്റ്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് EA ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ 1ഉം 0 ആയിട്ട് ബിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ആയിട്ടും 0 ആയിട്ടാവുമ്പോൾ ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാസ്ക് ദാറ്റ് ഇന്ററപ്റ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്ററപ്റ്റ് എനേബിൾ രജിസ്റ്ററിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്, അറിയാലോ. അതായത് 8051 രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ് ആണ് വരുന്നത് അല്ലെ, 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ് വരുന്നത്. If the bit is 0, the corresponding interrupt is disabled. If the bit is 1, the corresponding interrupt is enabled. Okay, അപ്പോൾ അതിൽ കണ്ടോ, അപ്പോൾ 8 ബിറ്റിൻ്റെയാണ് രജിസ്റ്റർ അല്ലേ. രജിസ്റ്റർ എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അപ്പോൾ അതിൽ ബിറ്റ് എന്ത് ചെയ്യാണ്,
1 ആവാണെങ്കിൽ അതിനെ എനേബിൾ ചെയ്ത് കൊടുക്കുക, 0 ആണെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ EA നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. EA എന്ന് പറയുന്നത് അറിയാമല്ലോ. അതുപോലെ ES അല്ലേ, സീരിയൽ പോർട്ട് ഇൻറ്ററപ്റ്റ് ആണ്. അതുപോലെ ET1 കണ്ടല്ലോ, ET1 ടൈമർ ഇൻറ്ററപ്റ്റിൻ്റെ ആണ്. ദെൻ EX1 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് ആണ്. ദെൻ ET0 ടൈമർ 0 ഓവർഫ്ലോ ഇൻറ്ററപ്റ്റ്. ദെൻ EX0 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ EX0 EX1 എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് 0, ദെൻ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് 1, ദെൻ ET0 ET1 എന്ന് പറയുന്നത് ടൈമർ 0 ഓവർഫ്ലോ ഇൻറ്ററപ്റ്റും അതുപോലെ ടൈമർ 1 ഓവർഫ്ലോ ഇൻറ്ററപ്റ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്നത് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്സ് ആണ്. അപ്പോൾ ഫ്ലാഗ്സ് അതുപോലെ PSW അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താ, ഒരു 1 ബിറ്റ് രജിസ്റ്റർ ആണ് അല്ലേ. അപ്പോൾ ദി ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്സ് ആർ സെറ്റ് ടു 1 വെൻ ദി ഇൻറ്ററപ്റ്റ്സ് ഒക്കേഴ്സ്, അല്ലെങ്കിലോ ഫ്ലാഗ് 0 ആയിട്ട് സെറ്റ് ചെയ്യും അല്ലേ, ഇൻഡിക്കേറ്റ്സ് നോ ഇൻറ്ററപ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ IE0 ബാർ IE1 ഇൻ TCON. ഓക്കെ, അപ്പോൾ TCON അതുപോലെ SCON എന്നൊക്കെ പറയുന്നത് എന്താ, അതായത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ TCON എന്ന് പറഞ്ഞാൽ ടൈമർ കൺട്രോൾ രജിസ്റ്റർ ആണ്. SCON എന്ന് പറഞ്ഞാൽ സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ ആണ്. അപ്പോൾ അതിൽ വരുന്ന ഫ്ലാഗ്സ് ആണ് പറയുന്നത്. IE0 ബാർ IE1 ഇൻ TCON ഫോർ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ്. ഓക്കെ, അതുപോലെ TF0 ബാർ TF1 ഇൻ TCON ഫോർ ടൈമർ ഇൻറ്ററപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ IE0 IE1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 2 എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ് ഉണ്ട് അല്ലേ. അതുപോലെ TF0 ബാർ TF1 എന്ന് പറയുമ്പോൾ എന്താ, അതായത് 2 ടൈമർ ഇൻറ്ററപ്റ്റ്സ് വരുന്നുണ്ട്. ദെൻ TI ബാർ RI ഇൻ SCON സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ ഫോർ സീരിയൽ ഇൻറ്ററപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്സ്. ദെൻ എങ്ങനെയാണ് ഇനി ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഹാൻഡ്ലിംഗ് ഇൻറ്ററപ്റ്റ്. Once sum of interrupt request arrives, everything occurs according to the following order. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താ സംഭവിക്കുക, അതായത് കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യുന്നു അല്ലേ. ഇൻസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് ഈസ് എൻറ്റർ. ദെൻ ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട് ഈസ് pushed on the stack. Depending on which interrupt is requested, one of 5 vectors, അതായത് addresses is returned to the program counter in accordance to the following table. അപ്പോൾ 5 interrupts ഉണ്ട് അല്ലേ. 8051 കേസിൽ 5 interrupts ഉണ്ട്. ഏത് interrupt വേണമെങ്കിലും വരാം. അപ്പോൾ അത് ഏത് interrupt ആണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് അതിനെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ interrupts അറിയാലോ, അതായത് എക്സ്റ്റേണൽ interrupts ആയിരിക്കാം, അല്ലെങ്കിൽ ടൈമർ interrupt ആയിരിക്കാം, അല്ലെങ്കിൽ സീരിയൽ interrupt ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ interrupt സോഴ്സും അതിൻ്റെ വെക്റ്റർ അതായത് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, then the appropriate subroutines processing interrupt should be located at these addresses അല്ലേ. Instead of them, there are usually jump instructions indicating the location where the subroutines reside. When interrupt routine is executed, the address of the next instruction to execute is popped from the stack to the program counter and interrupted program continues operating from where it left off. Okay, ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ 5 തരത്തിലുള്ള 5 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഇൻറ്ററപ്റ്റ്സ് ഉണ്ട്. ഏത് ഇൻറ്ററപ്റ്റ് വേണമെങ്കിൽ ആയിരിക്കാം. അപ്പോൾ ഏതാണ് ഇൻറ്ററപ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട് അത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് കൊടുക്കുകയാണ്. ദെൻ എന്ത് ചെയ്യുന്നു, ആ ഇൻറ്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലേ. അതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ, നേരത്തെ പറഞ്ഞത് തന്നെ അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് പിന്നെ തിരിച്ചെന്ത് ചെയ്യുന്നു, ഏത് പ്രോഗ്രാമാണോ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അതിൻ്റെ പിന്നെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വീണ്ടും എന്ത് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ എപ്പോഴാണ് ഇൻറ്ററപ്റ്റ് വരുന്നുള്ളത്, മൈക്രോ കൺട്രോളറിന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. എപ്പോഴാണ് വരുന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാ, അതായത് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻറ്ററപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് വന്നൂടെ അല്ലേ, എല്ലാം ഒരുമിച്ച് എനേബിൾ ആവാമല്ലോ. ഫോർ ദാറ്റ് റീസൺ ഇഫ് സെവറൽ ഇൻറ്ററപ്റ്റ്സ് ആർ enabled, it can easily occur that while one of them is in progress, another one is requested. In such situation, there is a priority list making the microcontroller know whether to continue operating or meet a new interrupt request. ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്, പ്രയോറിറ്റി ലിസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഒരെണ്ണം ഒരു ഇൻറ്ററപ്റ്റ് വന്നു, അത് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്താണ് അടുത്തൊരു റിക്വസ്റ്റും കൂടെ വന്നത് അല്ലേ. അപ്പോൾ ശരിക്കും മൈക്രോ കൺട്രോളറിന് അറിയണം അല്ലേ, അതായത് ഒരു ഇൻറ്ററപ്റ്റ് വന്നു,
അതിൻ്റെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അതിൻ്റെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണോ? അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ ഇൻറ്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? തിരിച്ച് ആ പ്രോഗ്രാമിലേക്ക് തന്നെ തിരിച്ചു പോകണോ? അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആക്കണോ? അതോ വീണ്ടും ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് നോക്കണം. പിന്നെ പറയുന്നത് പ്രയോറിറ്റി ലിസ്റ്റിനെ പറ്റിയാണ്. ദെൻ ഇപ്പോൾ ഒരു ഇൻറ്ററപ്റ്റ് വന്നു. ദെൻ എന്ത് ചെയ്യാണ്? മൈക്രോ കൺട്രോളർ ഇൻറ്ററപ്റ്റ് സർവീസ് ബിഗിൻ ചെയ്തു. ഇൻറ്ററപ്റ്റ് സർവീസ് ബിഗിൻ ചെയ്തു. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാണ്? വീണ്ടും ഇൻറ്ററപ്റ്റ്സുകൾ വരികയാണ്. അതായത് സെയിം ടൈമിൽ തന്നെ ഇതിൻ്റെ സർവീസ് ബിഗിൻ ചെയ്ത സമയത്ത്, ഇൻറ്ററപ്റ്റ് സർവീസ് ബിഗിൻ ചെയ്ത സമയത്ത് തന്നെ ഡിഫറെൻറ്റ് ഇൻറ്ററപ്റ്റ്സുകൾ വരികയെന്ന് വിചാരിക്കാം. അപ്പോൾ സെയിം അല്ലെങ്കിൽ ലോവർ പ്രയോറിറ്റി ലെവലിൽ വരുന്ന ഇൻറ്ററപ്റ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ഇൻറ്ററപ്റ്റ് സർവീസിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഹയർ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഇൻറ്ററപ്റ്റ് സർവീസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി വേറൊരു കേസ് എന്ന് വെച്ചാൽ സെയിം ടൈമിൽ തന്നെ ഡിഫറെൻറ്റ് പ്രയോറിറ്റി ലെവലിൽ വരുന്ന ഇൻറ്ററപ്റ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? അതായത് ഹയർ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ്സിനെ ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ. എന്നിട്ടാണ് പിന്നെ ലോവർ പ്രയോറിറ്റിയിലുള്ള ഇൻറ്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യുള്ളൂ. ദെൻ ഇനി വരുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പ്രയോറിറ്റി ലെവലിൽ വരുന്ന ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നേക്കാണ്. അപ്പോൾ അതിൽ ഏത് ഇൻറ്ററപ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? അതായത് അതിൻ്റെ ടൈം നോക്കിയിട്ടാണ്, ഏതാണോ ഫസ്റ്റ് വന്നിട്ടുള്ളത് അത് നോക്കിയിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇഫ് ദി ബോത്ത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് അറ്റ് ദി സെയിം പ്രയോറിറ്റി ലെവൽ occurs one after another, the one who came later has to wait until routine being in progress ends. Okay. Then, if two interrupts of equal priority request arrive at same time തന്നെ രണ്ട് ഈക്വൽ പ്രയോറിറ്റിയിലുള്ള റിക്വസ്റ്റുകൾ വന്നു വിചാരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പം അങ്ങനെ വരുന്ന കേസിലാണ് പ്രോബ്ലം വരാൻ പോകുന്നത് അല്ലേ? ഒരേ സമയത്ത് തന്നെ സെയിം പ്രയോറിറ്റി ലെവലിലുള്ള ഇൻറ്ററപ്റ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാണ്? അതായത് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ആ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഏത് ഇൻറ്ററപ്റ്റിനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഓക്കെ, ഏത് ഇൻറ്ററപ്റ്റ് സർവീസ് ആണ് ബിഗിൻ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുന്നത്. ഇതാണ് അതിൻ്റെ ലിസ്റ്റ് വരുന്നത്. അതായത് ഫസ്റ്റ് തന്നെ വരുന്നത് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് INT0, ദെൻ ടൈമർ 0 ഇൻറ്ററപ്റ്റ്, ദെൻ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് INT1, ദെൻ ടൈമർ 1 ഇൻറ്ററപ്റ്റ്, ദെൻ ലാസ്റ്റ് ആയിട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻറ്ററപ്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നോക്കുന്നത് ഏത് സമയത്താണെന്ന് അറിയാലോ. അതായത് സെയിം ടൈമിൽ തന്നെ ഈക്വൽ പ്രയോറിറ്റിയിൽ വരുന്ന ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. There are two types of interrupt priority. അതായത് യൂസർ ഡിഫൈൻഡ് പ്രയോറിറ്റി ഉണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് പ്രയോറിറ്റി ഉണ്ട്. അപ്പം അതിൽ യൂസർ ഡിഫൈൻഡ് പ്രയോറിറ്റി, ദി IP register is used to define priority levels by users. അപ്പോൾ IP എന്ന് പറയുന്നത് എന്താ? സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. The high priority interrupt can preempt the low priority interrupt. There are only two levels of interrupt priority. ഇനി വരുന്നത് ഓട്ടോമാറ്റിക് പ്രയോറിറ്റി ആണ്. In each priority level, a priority is given in order of INT0, TF0, INT1, TF1 and SI. Okay, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഓർഡർ. ഫോർ എക്സാമ്പിൾ, if two external interrupts are set at the same priority level, രണ്ട് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ് വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? അതായത് INT0 അല്ലേ, അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ, അതിൻ്റെ ഇൻറ്ററപ്റ്റ് സർവീസ് ആണ് ഫസ്റ്റ് ബിഗിൻ ചെയ്യാൻ പോകുന്നത്. ദെൻ INT0 ഹാസ് പ്രസിഡൻസ് ഓവർ INT1. എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ്, അപ്പോൾ ടു ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ് ആണ് വരുന്നത്, INT0 ആൻഡ് INT1. An external interrupt is triggered by a low level or negative edge on INT0 and INT1, which depends on external interrupt type setting. Set up an external interrupt type by IT0 and IT1 of TCON. TCON എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്, അതായത് ഒരു ടൈമർ കൺട്രോൾ രജിസ്റ്റർ ആണിത്. ഇനി ടൈമർ ഓർ കൗണ്ടർ ഇൻറ്ററപ്റ്റ്സ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു യൂണിറ്റ് യൂസ് ചെയ്യുന്നത്? അതായത് എക്സ്റ്റേണൽ പൾസസ് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദിസ് യൂണിറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കൗണ്ടർ ടു കൗണ്ട് എക്സ്റ്റേണൽ പൾസസ് ഓൺ
P34 and P35 pins അല്ലേ? അപ്പോൾ P34, P35 pins നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുള്ളതാണ്. അതായത് പോർട്ട് 3ൽ വരുന്ന പിന്നുകളാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ കൗണ്ട് ചെയ്യാനും ഈ യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. It can be used to count the pulses produced by the crystal oscillator of the microcontroller. അപ്പോൾ crystal oscillator എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. Then timer interrupt is caused by timer 0 bar timer 1 overflow. Okay. Serial interrupts. Serial communication with Universal Asynchronous Receive Transmit UART protocol transmit or receive the bit of a byte one after the another in a time sequence on a single wire. Okay. അപ്പോൾ ഇവിടെ സീരിയൽ ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, it is used to communicate any serial port of devices and computers. ഇനി എപ്പോഴാണ് സീരിയൽ ഇൻറ്ററപ്റ്റ്സ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. The serial interrupt is caused by completion of a serial byte transmitting or receiving. Okay. ഈ ഒരു കേസിലാണ് സീരിയൽ ഇൻറ്ററപ്റ്റ് വരുന്നത്. അപ്പം അതിൽ ട്രാൻസ്മിറ്റ് ഡാറ്റ പിൻ എന്ന് പറയുന്നത് at P31, അതായത് പോർട്ട് P3യിലെ ഫസ്റ്റ് പിന്നിലാണ്. ആൻഡ് റിസീവ് ഡാറ്റ പിൻ എന്ന് പറയുന്നത് at P30. ഓക്കെ. ഇനി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതുവഴിയാണ്, അതായത് SCON, സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ വഴിയാണ്. ഓൾ കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ആർ കൺട്രോൾ ത്രൂ SCON, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് അല്ലേ? അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ, 8-bit രജിസ്റ്റർ ആണ്. The SCON bits are defined as SM0, SM1, SM2, REN, TB8, RB8, then TI, RN. അപ്പം അതിൽ നേരത്തെ നമ്മൾ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്സ് പറഞ്ഞു പോയപ്പോൾ നമ്മൾ എന്തായിരുന്നു, അതായത് സീരിയൽ ഇൻറ്ററപ്റ്റ്സ് അല്ലേ, സീരിയൽ ഇൻറ്ററപ്റ്റ്സിലെ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്സ് ആയിരുന്നു എന്ത്, TI, RI എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്സ് ആണ്. അതായത് സീരിയൽ ഇൻറ്ററപ്റ്റ്സിനെ എനേബിൾ ചെയ്യുന്നത് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് TI, RI ആണ്. ഓക്കെ. IP രജിസ്റ്റർ അല്ലേ, ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ. അപ്പം അതിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ദി IP രജിസ്റ്റർ ബിറ്റ് സ്പെസിഫൈ ദി പ്രയോറിറ്റി ലെവൽ ഓഫ് ഈച്ച് ഇൻറ്ററപ്റ്റ്, ഹൈ ആണോ ലോ പ്രയോറിറ്റി ആണ് വരുന്നത്. ഓക്കെ. അപ്പം അതിൽ നമുക്ക് ബിറ്റ് 0 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിൽ P റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രയോറിറ്റീനെയാണ്. ബിറ്റ് 0ൽ വരുന്നത് ഏത് ഇൻറ്ററപ്റ്റ് ആണ്, അതായത് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് ആണ് അല്ലേ. ദെൻ ബിറ്റ് 1 എന്ന് പറയുമ്പോൾ ടൈമർ 0 ഇൻറ്ററപ്റ്റ്. ദെൻ ബിറ്റ് 2 എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് ആണ്, അതായത് PX0, INT0, PX1 എന്ന് പറയുമ്പോൾ INT1 അല്ലേ. ദെൻ ബിറ്റ് 3 എന്ന് പറയുന്നത് ടൈമർ 1 ഓവർഫ്ലോ ആണ്. ദെൻ PS എന്ന് പറയുന്നത്, അതായത് ബിറ്റ് 4ലെ PS എന്ന് പറയുന്നത് സീരിയൽ ഇൻറ്ററപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് 8051 വരുന്ന ഇൻറ്ററപ്റ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നന്നായി പഠിക്കാം, എളുപ്പമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് അഡ്രസ്സിംഗ് മോഡ്സ്, അതുപോലെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, പ്രോഗ്രാംസ്. 8051 പ്രോഗ്രാംസ് വരുന്നുണ്ട്, അതും എക്സാമിന് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കിപ്പോണം. ഓക്കെ. അപ്പം അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.